പാലക്കാട്ടേക്കൊന്ന് പോകാം. ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, ഒരു വിഷു ദിവസം കൂടി ചുട്ടുപൊള്ളുകയാണല്ലേ. 40 ഡിഗ്രി സെൽഷ്യസ് അതിന് മുകളിലൊക്കെ പ്രതീക്ഷിക്കാമെന്ന് പറയുമ്പോൾ പേടി തോന്നുന്നു. എന്തായിരിക്കും ചെയ്യുക? പ്രത്യേകിച്ച് തൊഴിലാളികളൊക്കെ പുറത്തിറങ്ങി പണിയെടുക്കേണ്ടി വരുന്ന ഒരുപാട് മനുഷ്യരുണ്ടാകും. എന്താണ് പാലക്കാട്ടെ സ്ഥിതി, ഇക്ബാൽ? യോഷി, നിലവിൽ പാലക്കാട് ഒരു ഇറ്റ് തണൽ കണ്ടാൽ അവിടേക്ക് കയറി നിൽക്കുക. പക്ഷെ അവിടെ നിന്നാലും വലിയ ആശ്വാസം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ വേർത്ത് കുളിക്കും. ആ സ്ഥിതിയിലാണ് പാലക്കാട്ടെ ചൂട് പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി സമാന രീതിയിൽ പാലക്കാട് ഈ 40 ഡിഗ്രിക്ക് മുകളിൽ ചൂട് ഉയർന്നു. ഇന്നലെയും ഉച്ചയ്ക്ക് സമയത്തെല്ലാം 40 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ 18 വരെ പാലക്കാട് സമാന രീതിയിൽ ചൂട് ഉയരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കോട്ടമൈതാനത്തിൻ്റെ പരിസരത്താണ്. സാധാരണ രീതിയിൽ ഇവിടെ വെക്കേഷൻ കാലത്ത് ഒരുപാട് ആളുകൾ വന്ന് വലിയ രീതിയിൽ തിരക്കെല്ലാം അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഈ വെക്കേഷൻ കാലത്ത് വളരെ ആളുകളുടെ എല്ലാം കുറവാണ് സത്യം പറഞ്ഞാൽ പാലക്കാട്ടേക്ക് എത്തുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ കോട്ടമൈതാനത്തിന് മുമ്പിലെല്ലാം ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് ഇവിടെ കോട്ടമൈതാനത്തേക്ക് എത്തുന്ന ആളുകൾക്കെല്ലാം ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വെള്ളം വിതരണം ചെയ്യുന്ന അമ്മമാരാണല്ലേ? അതെ, ഞങ്ങൾ ഇവിടുന്ന് തണ്ണീർപ്പന്തൽ ശ്രീ ആഞ്ജനേയ സ്വാമി സേവാ സമിതിയുടെ ഭാഗമായിട്ട് വന്നാണ് മഹാനവമി പ്രമാണിച്ച്. പിന്നെ ഇവിടെ ഇപ്പോൾ 40 ഡിഗ്രി ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പാലക്കാടാണ്. ഇനി അടുത്ത 18 ഡേറ്റ് വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചൂട് താങ്ങാൻ പറ്റാത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടാണ്. കുടിക്കാൻ വരുന്ന ആൾക്കാരാണ്. വെള്ളം കൂടി കൂടുതൽ ജനങ്ങൾ വരുന്നുണ്ട്. ഇനിയും അടുത്ത ദിവസങ്ങളിലെല്ലാം ചൂട് ഉയരും. ഇവിടെ കുറച്ച് ഓട്ടോറിക്ഷ ചേട്ടന്മാരുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട് ചൂട്? അടിപൊളി ചൂട്. ഇത്രേ ഉള്ളൂ. ചൂട് നല്ല ചൂടുണ്ട്. പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥയായി. പുറത്തിറങ്ങി നടക്കുന്നതാ കഴിഞ്ഞ കണ്ടില്ലേ? ചൂട് മുഴുവായിട്ട് ആകെ അലർജി ആയിട്ട് ചീരും പാലും അഴിയുണ്ട്. ഓട്ടോ ഡ്രൈവർക്കൊക്കെ ഒരു അസുഖം വന്നാൽ ചീരും പാലും അഴി തന്നെ. രോഷിനി, പാലക്കാട്ട് ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇവിടെ വഴിയോരത്ത് വെള്ളക്കച്ചവടം നടത്തുന്ന ചേട്ടനാണ്. എങ്ങനെയുണ്ട് ചേട്ടാ പാലക്കാട് ചൂട്? പാലക്കാട് ചൂട് ഈ ആഴ്ച കഴിഞ്ഞിട്ട് തുടങ്ങാൻ പോകുന്നുള്ളൂ. ചൂട് കൂടുന്നതാണ്. ചൂട് കൂടും. 55% വരും. വെള്ളം വാങ്ങാൻ വരുന്ന ആളുകളുടെ എണ്ണം കൂടിയോ? വെള്ളം ആൾക്കാരെ റോട്ടിലില്ലല്ലേ. വെള്ളം കമ്മിയാണ്. പുറത്തിറങ്ങാൻ തന്നെ മടിച്ചു തുടങ്ങിയല്ലേ? എവിടെയാ സ്ഥലം? ഇവിടെ KSRTC. എത്ര വയസ്സായിട്ടുണ്ടാവും? 54. ഈ 54 വയസ്സിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഇത്തരത്തിൽ ഉയർന്ന ചൂട് കണ്ടു? ചൂട് കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് 47% വന്നല്ലേ ചൂട്. ഈ ഉഷ്ണമാണ് കൂടുതലല്ലേ ഇപ്പോൾ ചൂട് പറഞ്ഞപ്പോൾ അന്നത്തെ ചൂട് ഇപ്പോൾ കമ്മിയാണ്. ഇപ്പോൾ ചൂടൊന്നും ആയിട്ടില്ല. ഇതിപ്പോൾ സാധാ ചൂടേ ഉള്ളൂ. ചൂടാവാൻ പോകണുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ് ചൂട് ഒരു 10% കൂടുന്നാണ് റിപ്പോർട്ട്. എന്ത് ചെയ്യുന്നുള്ള അതുപോലെ അങ്ങനെ പോവുക തന്നെ, കാലം താണ്ടി പോവുക തന്നെ. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ പത്തിരിപ്പാല. എങ്ങനെ പത്തിരിപ്പാലൊക്കെ ചൂട്? ചൂട് കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. അവിടെ കമ്മിയാണ്. ഇവിടെ പാലക്കാട് ടൗണിൽ വന്നപ്പോൾ ചൂട്? പളനി അവിടെ ചൂടില്ല, ഇവിടെ ചൂട് അധികം. തമിഴ്നാട് ചൂടില്ല. ഇവിടെ ചൂട് അധികം. തണ്ണി കുടിച്ച് വളർന്നു പൊത്തുപോയി. നിങ്ങളൊക്കെ പഴഞ്ഞ ചൂടില്ലേ? ഇത്ര ചൂടില്ല. ഇവിടെ വന്നപ്പോൾ എങ്ങനെ തോന്നുന്നു? അപ്പോൾ ഇവിടെ വന്ന് നല്ല ചൂട്, 40 ഡിഗ്രി. കുറച്ച് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പാലക്കാട്ടുകാരുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ ചൂട് പാലക്കാട്? ചൂട് കൂടുതൽ 43 ആയിട്ടുണ്ടാവും കണക്കിന്. അപ്പോൾ ഇനിയും ചൂട് കൂടുന്നാ പറയുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇടമഴ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മഴ കിട്ടുവാണെങ്കിൽ കുറച്ച് ആശ്വാസമല്ലേ? ഇതേപോലെ 3-4 മഴ കിട്ടേണ്ടതാണ്. ഇവിടെ കിട്ടിയില്ല. പാലക്കാടാണ് കുറവ് ടൗണിൽ. ബാക്കി ഒറ്റപ്പാല ആ ഭാഗത്തൊക്കെ മഴയുണ്ട്. ഇവിടെ ടൗണിൽ കിട്ടിയിട്ടില്ല. ഇതാണ് രോഷിനി പാലക്കാട്ടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ആളുകൾക്കെല്ലാം പുറത്തിറങ്ങാൻ വലിയ രീതിയിലൊരു മടി ഉണ്ട്. ആൾക്കാർ പറയുന്നത് ഇനി അടുത്ത ദിവസം ആകുമ്പോഴേക്കും ചൂട് കൂടുന്നതാണ്. നമുക്ക് ഇടയിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ചില ആളുകളൊക്കെ ഉണ്ട്. അവരെല്ലാം പറയുന്നത് ആ നാട്ടിൽ ചൂട് താരതമ്യേന കുറവാണ്. പക്ഷെ പാലക്കാട് വന്നപ്പോൾ ഇവിടെ നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നുള്ളതാണ്. ഒരാൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇവിടെ നമ്മുടെ കൂടെ കുറച്ച് ഓട്ടോറിക്ഷ ചേട്ടന്മാർ കൂടെ ചേരുന്നുണ്ട്. കോട്ടമൈതാനം പരിസരമാണ് ഇവിടെ. ചേട്ടാ, എങ്ങനെയുണ്ട് പാലക്കാട് ചൂട്? പാലക്കാട് ചൂട് ഉഷാറല്ലേ? അത് കണ്ടില്ലേ കൈയൊക്കെ എന്താ കൈ പൊള്ളിപ്പോയി. കാണുന്നെല്ലാം ഈ ചൂടുകുരുവിന്റെ അവസ്ഥകളാണ് ഇതെല്ലാം. ഉഷാറ് ചൂടാണ്. പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി. നമ്മുടെ ഇപ്പോൾ പാലക്കാടാണ് ഏറ്റവും ചൂട് കൂടുതലും തോന്നുന്നു. ഏറ്റവും നല്ല ചൂടല്ലേ? വെള്ളം കുടിച്ച് മനുഷ്യന് ഒരു അവസ്ഥയാകുകയാണ്. അത് വേറെ കാര്യം. എങ്ങനെയുണ്ട് ചേട്ടാ? ചൂടുണ്ട്, നല്ല ചൂട്. ഓട്ടം ഉണ്ടോ? ഓട്ടം കുറവാണ്. ആൾക്കാരില്ല, തീരെ ഇല്ല. അടുത്ത ദിവസം ആവുമ്പോൾ എന്ത് ചെയ്യും? പോവുകന്നെ, നമ്മളങ്ങനെ പോവുകന്നെ.
നിങ്ങളൊക്കെ ഈ കുറേ കാലമായി, അപ്പോൾ ഇതിനിടയിലൊക്കെ ഇത്രയും ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ചൂടുണ്ട്, പക്ഷേ ഒരാഴ്ചയായിട്ട് ഭയങ്കര കൂടുതലാണ്. ജോസ്റ്റി, അതായത് ഈ പശ്ചിമഘട്ട മലനിരകളിലെ ഈ പാലക്കാടൻ ചുരമുണ്ട്, അവിടെ നിന്ന് ഈ ഉഷ്ണക്കാറ്റ് അടിക്കുന്നതാണ് പാലക്കാട് ഇത്തരത്തിൽ ചൂട് ഉയരാൻ കാരണം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ അവർ വിലയിരുത്തി പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങൾ ഇത് കണ്ടില്ലേ, ഒന്നും നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പാലക്കാട് മാറിയിരിക്കുകയാണ്. ഒരു നിമിഷം പുറത്തിറങ്ങി നിന്നാൽ ആകെ വേർത്ത് കുളിക്കും, പിന്നീട് ഒന്ന് കുളിക്കാതെ അടുത്തൊരു പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല എന്നൊരു രീതിയിലേക്കാണ് പാലക്കാട്ടെ കാര്യങ്ങൾ മാറുന്നത്. ഏതായാലും ഇനി വരും ദിവസങ്ങളിലും ചൂട് ഉയരും. ആ ചൂട് ഉയർന്നാൽ പിന്നീട് എങ്ങനെ പാലക്കാട് ജീവിക്കും എന്നുള്ളതാണ് പാലക്കാട്ടെ ഓരോ ആളുകളും ചോദിക്കുന്നത്. തീർച്ചയായും ചൂടോട് ചൂടാണ്. പാലക്കാട്ടുകാർ പറയുന്നു ഇതൊന്നുമല്ല, ഇനി ചൂട് വരാനിരിക്കുകയാണ്. 47 ഡിഗ്രി വരെയൊക്കെയുള്ള ചൂട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ 40 ആയിരിക്കുന്നു. ഇതിൽ കൂടുതലും ഇനി പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ പാലക്കാട് പോയി ഇറങ്ങുന്നവർക്ക് പാലക്കാട്ടെ ചൂട് അത് അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ്. അത്രയധികം ചൂടാണ്. പക്ഷേ സ്ഥിരമായി ഇത് അനുഭവിക്കുന്ന പാലക്കാട്ടുകാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ വീട്ടിലും ഇപ്പോൾ വീടിനകത്ത് തന്നെ ഇരിക്കുകയാണ്, പുറത്തുപോലും ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് ആ ജില്ലയ്ക്കുള്ളത്.